പറഞ്ഞിരിക്കുന്നതേ നമ്മൾ പഠിച്ച് വലിയ ആളാകണമെന്നാ. അതുകൊണ്ടാണ് ടീനാൻറ്റി നമ്മളെ സ്കൂളിൽ ചേർത്തത്. ഞാൻ പഠിക്കുന്നുണ്ട്, അണ്ണനോ? എൻ്റെ കാര്യം വിട്, ഞാൻ പഠിച്ച് വലിയ ആളാകുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞ അങ്ങോട്ട് കേട്ടാൽ മതി. ഓ ശരി ശരി, കേൾക്കാം. ഞാനേ നിന്നോട് 1-2 ചോദ്യം ചോദിക്കാൻ പോവാ. എന്തിന്? ടീനാൻറ്റി ഇത്രയും കാശൊക്കെ മുടക്കി നമ്മളെ പഠിപ്പിക്കുമ്പോൾ നീ പഠിക്കണുണ്ടോയെന്ന് അറിയണമല്ലോ. അതൊക്കെ ഞാൻ നന്നായി പഠിക്കണുണ്ടെന്നാ. ഒന്ന് നീ പറഞ്ഞാൽ പോരല്ലോ, എനിക്കും കൂടി ഒന്ന് വിശ്വാസം വരണ്ടേ. അല്ല, അണ്ണൻ്റെ പഠിത്തം എങ്ങനെയുണ്ട്? എൻ്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ, ഇപ്പം നിന്റെ കാര്യം നോക്കാം. ഓ ഉത്തരവ്. അതെ, നീ ഒരു പെൺകുട്ടിയാണ്, പിന്നെ നന്നായി നോക്കണമെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ നന്നായിട്ടൊക്കെ പഠിക്കണുണ്ടല്ലോ. ഉണ്ട്, എന്നാലും അണ്ണനൊന്ന് ഉറപ്പ് വരുത്തണം. ഓ എന്നാ ചോദിക്ക്. ആദ്യത്തെ ചോദ്യം, മോളു ഇത് വലിയ ചോദ്യമാണ്, സൂക്ഷിച്ച് ഉത്തരം പറയണം. എന്താണെങ്കിലും ചോദിക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഐസക് ന്യൂട്ടൻ ആരായിരുന്നു? എന്താ കുടി കിട്ടിയാ? ആ കൊട്ടങ്ങട്ട ആകർഷണം കണ്ടുപിടിച്ചാണല്ലോ. എൻ്റെ മോളു എന്താണ് തെറ്റിപ്പോയോ? എടി മോളു, കുരുത്തങ്കട്ട ആകർഷണമല്ല, ഗുരുത്വാകർഷണം കണ്ടുപിടിച്ച ആളാണ് ഐസക് ന്യൂട്ടൻ. മനസ്സിലായല്ലോ? ഇനി അടുത്ത ചോദ്യം. ഓക്കെ. നമ്മുടെ പഴയ വീട്ടിലുണ്ടായിരുന്ന ഒരു പാട്ടുപെട്ടിയില്ലേ? റേഡിയോ. അപ്പ എപ്പോഴും പാട്ട് കേൾക്കുന്നത്. അത് തന്നെ. ഈ റേഡിയോ കണ്ടുപിടിച്ചത് ആരാണെന്നറിയാമോ? ഞാൻ പറയണ. അതെന്താ? അന്ന് എന്നെ കളിയാക്കും. ഇല്ല മോളു, പറയ്, തെറ്റണമെങ്കിൽ തെറ്റട്ടെ. ഇല്ല, ഞാൻ പറയില്ല. എന്നാ എണ്ണാൻ കൂടില്ല, പറ മോളു. പോരട്ടെ, അത് മാർക്കോണേ. കണ്ടോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അണ്ണൻ എന്നെ കളിയാക്കുമെന്ന്. എടി ചക്കര മോളു, മാർക്കോണല്ല, മാർക്കോണി. റേഡിയോ കണ്ടുപിടിച്ചതേ മാർക്കോണിയാണ്. ഇത് തെറ്റിപ്പോയത് കേട്ടാ. മതി മതി, ഇന്നത്തെ ചോദ്യമൊക്കെ മതി, എനിക്ക് വിശന്നിട്ട് വയ്യ. അത് നേരാണല്ലോ, എനിക്കും വിശന്നിട്ട് വയ്യ. ടീന നിന്നെ കാണുന്നുമില്ല. ആ റോഷനങ്കിളായിരുന്നെങ്കിൽ ഇപ്പൊ കൊണ്ടുവന്നേനെ. എടി മോളെ, ആൻറ്റി ഇപ്പൊ കൊണ്ടുവരും നമുക്ക് ഭക്ഷണം. നീ ഇച്ചിരി നേരം കൂടി പഠിക്കും. കുറെ നേരമായില്ല അണ്ണൻ പറയണ ടീനാൻറ്റി ഇപ്പൊ വരുമെന്ന്. എന്നിട്ട് വന്നോ? എനിക്ക് വിശന്നിട്ട് വയ്യ. കുഴപ്പമായല്ലോ ദൈവമേ, ആൻറ്റിയെ കാണുന്നുമില്ലല്ലോ. ഞാനിത് ആരോട് പറയാൻ? ഞാനിത് അച്ഛനോട് പറയാൻ പോകും. ഹലോ, പറയടാ. അല്പം താമസിച്ചു പോയടാ. പോകാം, നമുക്ക് ഉടനെ പോവാം. ഞാൻ ഉടനെ ഇറങ്ങാടാ. അതൊന്നും ഓർത്ത് നീ ടെൻഷൻ ആവണ്ട, നീ ധൃതി വെക്കാതെ, ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാം. ശരിടാ, ഞാൻ ഉടനെ ഇറങ്ങാം. ഓക്കേടാ, എന്നാ ഞാൻ അവിടെ ചെന്നിട്ട് വിളിക്കാവേ. മോളെ, നീ എവിടെ പോകുന്നു? ഞാനൊന്ന് പുറത്തു പോവാമേ. 1-2 സാധനങ്ങൾ വാങ്ങാനുണ്ട്. എന്ത് സാധനങ്ങൾ വാങ്ങാനാ പോകുന്നത്? അത് പിന്നെ എനിക്ക് പഠിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനാ. അതെന്താണെന്ന് പറ മോളെ, ഞാൻ വാങ്ങിത്തരാം. അത് അമ്മ വാങ്ങിത്തന്നാ ശരിയാവില്ല, ഞാൻ തന്നെ വാങ്ങണം. അതെന്താ ഞാൻ വാങ്ങിത്തന്നാ ശരിയാകാത്തത്? അത് അങ്ങനെയാമേ, അമ്മ വാങ്ങിയാൽ ശരിയാവില്ല. എന്നാ പിന്നെ നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാം. അതിപ്പോ അമ്മ കൂടെ വന്നാലും ശരിയാവില്ല.
മോളെ, അച്ഛൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ല? എന്നെ തനിച്ച് ഒരു സ്ഥലത്ത് വിടരുതെന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അതെന്താ അമ്മ അങ്ങനെ പറയുന്നത്? ഞാൻ എന്താ കൊച്ചു കുഞ്ഞാണോ? ആ, അച്ഛനും അമ്മയ്ക്കും മക്കളെന്നും കൊച്ചു കുട്ടികൾ തന്നെയാണ് മോളെ. അമ്മ, എനിക്ക് പോയേ പറ്റൂ. ഇപ്പൊ തന്നെ ഒത്തിരി ലേറ്റ് ആയി. നിന്റെ അച്ഛൻ ഇപ്പൊ ഇവിടെ ഇല്ല, അതുകൊണ്ട് നീ ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ല. അമ്മ, എനിക്ക് പോണം. അമ്മ എന്താ ഇത്ര വാശി പിടിക്കുന്നത്? ഞാനല്ലല്ലോ വാശി പിടിക്കുന്നത്, നീയല്ലേ വാശി പിടിക്കുന്നത്. പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട, അത്ര തന്നെ. ഞാൻ പോകും. ആരൊക്കെ എതിർത്താലും ഞാൻ പോകും. ആഹാ, അത്രയ്ക്ക് അഹങ്കാരോ നിനക്ക്? നീ ആരെ കാണാനാ പോകുന്നത് എനിക്കറിയാം. അത് നടക്കില്ല. ഇനി നീ എന്റെ അനുവാദമില്ലാതെ ഈ വീട്ടിൽ നിന്ന് നീ പുറത്തു പോകത്തില്ല. ഞാൻ പോകും. നീ പോകുമോ? എന്താ സാവു, രാവിലെ തന്നെ അമ്മയമ്മയോടും കൂടെ യുദ്ധം തുടങ്ങിയ? ആ, ശേഖരേട്ടനോ? കേട്ടോ ശേഖരേട്ടൻ, ഇവക്കിപ്പോ ഒരു അനുസരണ ഇല്ലെന്നേ. വാ ശേഖരേട്ടാ, ഇരിക്കും. ആ, അതൊന്നും സാരമില്ല സാവു, പിള്ളേരല്ലേ, അവരുടെ പ്രായം അതല്ലേ. ആ, അതിന് അളിയനെ വിളിച്ചായിരുന്നു കേട്ടാ. അളിയൻ പ്രത്യേക ഒരു കാര്യം പറയിട്ടുണ്ട്. നിങ്ങളിവിടെ തനിച്ചല്ലേ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞു വിട്ടിരിക്കണ. കുറച്ച് ദിവസം ഇവിടെ വന്ന് നിങ്ങളോട് നിൽക്കാമെന്ന് കരുതി. അതേതായാലും നന്നായി. ഞാൻ ശേഖരേട്ടനെ വിളിക്കണമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. നിങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. പെങ്ങളെ, ഇപ്പോഴത്തെ കാലം വളരെ മോശമാണ്, സൂക്ഷിച്ചേ പറ്റൂ. നിങ്ങളുടെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ വീട്ടിൽ കിടന്നിട്ട് ഉറക്കം പോലും വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. മോളെ, അങ്കിൾ വന്നത് കണ്ടില്ലേ? മോള് ചെല്ലാം അങ്ങോട്ട്. അമ്മ പോയി ചായ എടുത്തിട്ട് വരാം. മോളെ ടീനെ, ഇങ്ങോട്ട് വന്നേ, അങ്ങോട്ട് ചോദിക്കട്ടെ. എന്താ അങ്കിളെ? എന്താ മോളെ, അമ്മയോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? അങ്കിളെ, ഞാനിപ്പോ ചെറിയ കുട്ടിയൊന്നുമല്ല. സ്വന്തമായി എന്ത് തീരുമാനം എടുക്കാനും എനിക്കിപ്പോ പ്രാപ്തിയുണ്ട്. അതിനിപ്പോ ഇവിടെ എന്തുണ്ടായി മോളെ? എനിക്കൊന്ന് തനിച്ച് പുറത്തു പോകണം. അമ്മ വിടുന്നില്ല. അമ്മയും കൂടെ വരുന്നു എന്നാ പറയുന്നേ. അമ്മ അങ്ങനെ പറഞ്ഞെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാണുമോളെ? എന്ത് കാരണം? ഒന്നുമില്ല. എന്നെ മനസ്സിലാക്കാൻ ഈ വീട്ടിൽ ആർക്കും കഴിയുന്നില്ല. അച്ഛനാണെങ്കിൽ പണം ഉണ്ടാക്കാനുള്ള നെട്ടോടത്തില്ല. അമ്മയാണെങ്കിലോ അച്ഛൻ്റെ വാക്ക് കേട്ട് ഇങ്ങനെയും. അതിനിടയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ ആരും ഇല്ലെങ്കിലേ. എന്ന് ആര് പറഞ്ഞു മോളെ? ഞങ്ങളൊക്കെ ഇല്ലേ നിനക്ക്? അച്ഛനും അമ്മയും അങ്ങനെ പറഞ്ഞെങ്കിൽ നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ. ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് കേട്ട് നീ നല്ല കുട്ടിയായിട്ട് ഇരിക്കും. അങ്കിളെ, എനിക്ക് തനിച്ചൊന്ന് പുറത്തു പോകണം. ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. നടക്കില്ല. ഈ വീടിന് പുറത്തിറങ്ങാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്താ മോളെ പുറത്തു പോകാൻ ഇത്ര അത്യാവശ്യം? അങ്കിളിനോട് പറ. അത് പിന്നെ ഇനി നീ ഫോൺ ഉപയോഗിക്കണ്ട. അമ്മ ഫോണിൽ ഇതാ. ഇല്ല, ഞാൻ തരില്ലെന്നേ. ഇപ്പോൾ മനസ്സിലാകാമെന്ന് എനിക്കറിയാം. കേട്ടോ ശേഖരേട്ടാ, അദ്ദേഹം എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഇവളുടെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കണമെന്ന് അറിയാമോ? അതെല്ലാം ഇവള് തന്നെ ഇഷ്ടത്തിന് ദൂത്തടിച്ച് കളയാണ് ശേഖരേട്ടാ. ആണോ മോളെ? അദ്ദേഹം കേൾവിക്കളന്ന് കഷ്ടപ്പെടുന്നത് ഇവളുടെ നല്ല ഭാഗ്യം വേണ്ടിയല്ലേ? അതെ മോളെ. അമ്മേ, ആ ഫോണിന്റെ തന്നെ എനിക്ക് പുറത്തോട്ട് പോകണം. തരില്ല, തരില്ലെന്നാ പറഞ്ഞത്. തന്നില്ലെങ്കിൽ ഞാനിപ്പോ പോകും. ആഹാ, നീ പോവുക? പോവോ നീ? ഇവിടെ വടി. പോവോ നീ? ഇവിടെ വടി. വടി ഇവിടെ. ഇതൊക്കെ നിന്നെ ഞാൻ പുറത്ത് കളിക്കുന്നത്. നിന്നെ ഞാൻ പുറത്ത് വിടത്തില്ല. എന്താ സാവു, അവള് നമ്മുടെ കുട്ടിയല്ലേ, എന്താ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ശേഖരേട്ടാ, അവള് ഭയങ്കരമായിട്ട് മഷളായി പോയി ചേട്ടാ.